ഹലോ, ഞങ്ങളിപ്പോൾ എല്ലാവരും വന്നിട്ട് വണ്ടി സ്റ്റോപ്പാക്കിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലത്തേക്കാവാം. എവിടെയെന്ന് വെച്ചെങ്കിൽ മടിക്കേരി പോകുന്ന ബൈക്ക് ഒരു ചുരം ഉണ്ടല്ലോ. അപ്പോൾ ആടെ ഇതുപോലത്തെ ഒരു വാട്ടർഫോളുള്ളൊരു പ്ലേസ് ഉണ്ട്. ആടെ എപ്പോഴും നമ്മൾ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ നിർത്തലുണ്ട്. എന്തിനാണെന്ന് വെച്ചെങ്കിൽ കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഇടമുളക് ബജിയില്ലേ അത്, പിന്നെ ചായ കുടിക്കാൻ ഇതിന് വേണ്ടിയിട്ടെല്ലാം ഇവിടെ വണ്ടി നിർത്തുന്നത്. അപ്പോൾ അതിനിടയിൽ ഉപ്പാലും ഒക്കെ നിന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ നമ്മൾ എന്താ പറയുന്നത് മുളക് ബജി ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൻ്റെ അടുത്തേക്ക് വന്നാവുക. അപ്പോഴത്തേക്ക് കയ്യാനൊക്കും അനീക്കലും അവിടെ എന്തോ മുട്ടായെല്ലാം കണ്ട് അത് വേണമെന്നല്ല കരഞ്ഞ്. പക്ഷേ കയ്യാനും കരഞ്ഞത് മാത്രം, പക്ഷെ ഓന് എടുത്തിട്ടില്ല, അത് അപ്പോൾ തന്നെ ചാടീന്. അപ്പോൾ ഈ കാണുന്നതാണ് അവ വാട്ടർഫോൾ എടുത്ത. പക്ഷെ നല്ലോണം മഴയുടെ സമയത്ത് ഇവിടെ കുറേ വെള്ളം വരുത്തുന്നുണ്ട്. പക്ഷേ വെയിലുണ്ടാകുന്ന സമയത്ത് ഇവിടെ വെള്ളമേ ഉണ്ടാകുന്നില്ല, വറ്റിയിട്ട്. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട്ട് കസിൻസിനെല്ലാം കണ്ട് അതിനിടയിൽ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറി. ഇവിടെ പണ്ടൊരു പെണ്ണുങ്ങൾ ഉണ്ടായിന് ഈ മുളക് ബജിയെല്ലാം ഉണ്ടാക്കുന്ന. പക്ഷെ ആ പെണ്ണുങ്ങൾ ഇപ്പോൾ എന്തെന്ന് അറിയില്ല, അവിടെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ചിക്കനാണുള്ളത്. അപ്പോൾ ഈ മുളക് ബജിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടായിട്ട് നമ്മൾ എപ്പോഴും തിന്നുന്ന പോലെ ആവുക. നല്ല തണുപ്പുണ്ടായിനാവുക, കാരണം ഇത് ചുരം തന്നെയല്ലേ, നല്ല അടിപൊളി തണുപ്പും പിന്നെ ഫോഗും. അപ്പോൾ ഈ മുളക് ബജിയാണ് നമ്മൾ വാങ്ങിച്ചതാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി അതിനിടയിൽ തന്നെ കയ്യാനും കൂട്ടിയിട്ട് കാറിലിരുന്ന് ഓനോ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്ന ഇതെല്ലാം നോക്കുന്നുണ്ട് കൊതു കഴിച്ചിട്ട്. എന്താണെന്ന് വെച്ചെങ്കിൽ പുറത്തേക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫുള്ള് പാച്ചിൽ തന്നെ, പിടിച്ചും കിട്ടുന്നില്ല, നമുക്ക് ചായ കുടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാനോനെ കാറിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തിയാവേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചായയെല്ലാം കുടിച്ചിട്ടായിട്ട് ഇപ്പോൾ നേരെ മടിക്കേരിക്ക് പോകുന്ന റോഡാവേ. ഇത് നോക്കറല്ലോ മഴയെല്ലാം വന്നിട്ട് ഇത് പാനുണ്ട്, നല്ല തണുപ്പുണ്ടായിനാവേ. പക്ഷേ ഉള്ളിൽ എന്താ പറയുന്നത് AC ഇട്ടിട്ടാകുമ്പോൾ നല്ലോണം തണുത്തിട്ട് പറക്കുന്നുണ്ടായിന്, അങ്ങനത്തെ തണുപ്പുണ്ടായിനാവേ. അവിടെ കാസർഗോഡ് നിന്ന് ആകെ 2.5 മണിക്കൂർ ലോങ് ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അത്ര ബേനയാവുന്നില്ല എത്താൻ വേണ്ടിയിട്ട്. കുറേ ലേറ്റ് ആവും, അങ്ങനെ എഴുതുന്നില്ല. അങ്ങനെ നമ്മൾ മടിക്കേരി ടൗണിലേക്ക് എത്തിയാവേ. ടൗണിൻ്റെ മീത്ത ജസ്റ്റ് ഒന്ന് കയറിയിട്ടെല്ലായിട്ട് നമ്മളെ റൂട്ട് മാപ്പ് നമ്മൾ വന്ന വഴിയിൽ തന്നെ തിരിച്ചിട്ട് പോകണമെന്ന് കാണിച്ച്. എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു കാറ്റുണ്ട്, കാറ്റിൽ ഒരു റൈറ്റ് സൈഡിലേക്ക് താഴേക്ക് റോഡ് ഉണ്ടാവും, അതിലെ കൂടിയിട്ടാണ് ഇപ്പോൾ പോകേണ്ടത്. ഞങ്ങൾ ഇപ്പോൾ പോകുന്നുള്ളത് എന്ത് തപ്പിയിട്ടെന്ന് വെച്ചെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് തപ്പിയിട്ട് പോകുന്നുള്ളത്. കാരണം മടിക്കേരി ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് ഉണ്ട്, മറ്റേ ഗ്ലാസ് ബ്രിഡ്ജിൽ നടക്കുമല്ലോ. അപ്പോൾ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നുള്ളത്. അവ നല്ല വെതറൊക്കെ. ഈ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് കാണുന്ന കണ്ട ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ അടുത്തേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. നല്ല എക്സൈറ്റ്മെൻറ്റിൽ പോകുന്നുണ്ട്, കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ട്രൈ ആക്കുന്നതാവ. അങ്ങനെ നമ്മൾ കയറിയിട്ട് അത്ര തന്നെ 1 മിനിറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന എന്ന് പറയുന്ന ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്ഥലത്തേക്ക് എത്തി. ഓക്കെ, പക്ഷെ ആടെ എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ആടെ നിന്ന് കീഴുമ്പോഴത്തേക്ക് ആടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ആക്കിന്. അങ്ങനെ ഇവിടെ വന്നിട്ട് കാണുന്ന എല്ലാവരും ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ് ആക്കിയതുകൊണ്ട് ബേജാറിലാണ്. എന്തിനെന്ന് വെച്ചെങ്കിൽ ഈ സ്ഥലത്ത് റെഡ് അലേർട്ട്, മഴ വന്നുകൊണ്ട് ഫുള്ള് ക്ലോസ് ആക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് രാജാ സീറ്റിൽ. അവിടെ 20 റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നതാവ. അപ്പോൾ കയ്യാനൊക്കെയാണെങ്കിൽ എന്ന് പറയുന്ന വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഫേസ് വേറെ തന്നെ, കാരണം മൈൻഡ് ആക്കിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നുള്ളത്. അങ്ങനെ രാജാ സീറ്റിൻ്റെ ഉള്ളിൽ നല്ല ഗാർഡനും പിന്നെ സിബ് ലൈന് അങ്ങനെ എന്തെല്ലാം സംഭവമുണ്ട്. അപ്പോൾ സിബ് ലൈനിലെല്ലാം നമുക്ക് ഇരിക്കണമെന്ന് നല്ല ആശയുണ്ടായില്ല. അതും ഞാൻ ഇതുവരെ ട്രൈ ആക്കിയില്ല. അപ്പോൾ ഉപ്പവുമെല്ലാം വാഷ്റൂമിലെല്ലാം പോയി, കാരണം കുറേ ലോങ് തന്നെ ഇരുന്നതല്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ പിള്ളേരെ പാർക്കും സംഭവമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് അതിൽ ക്ലോസ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ സിബ് ലൈന്. അപ്പോൾ ഒരാൾക്ക് 350 റുപ്പീസ് ചാർജ് ആക്കുന്നത്. പക്ഷേ മഴ ഉണ്ടായതുകൊണ്ടാണ് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ ട്രൈ ആക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പോയിട്ടേന്. കാരണം എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഒരിക്കലും ലൈഫിൽ ട്രൈ ആക്കണമെന്ന് ഭയങ്കര ആശയുണ്ടായിന്. പക്ഷെ നല്ല മഴ ഉണ്ടായിന്, അതുകൊണ്ട് അതും പോയി. അപ്പോൾ ഈ കാണുന്ന ആ സ്ഥലമെല്ലാം ഉണ്ടല്ലോ, അതിന് താഴെ നല്ല വ്യൂ കാണുന്ന ഒരു സൈറ്റെല്ലാം ഉണ്ട്. കാരണം എന്താ പറയുന്ന മഴയെല്ലാം വന്നിട്ട് ഫോഗെല്ലാം ഇങ്ങനെ കയറിയിട്ട് വരുന്നൊരു വ്യൂ നമുക്ക് കാണും.
അപ്പോൾ ഈ സിപ്പ് ലൈന് നല്ല പണി കുറേ ആൾ പോകുന്നത് കാണുമ്പോൾ അങ്ങനെ കുറച്ച് സമയത്തേക്ക് ഞാൻ ഉമ്മാൻ്റെ ക്യാമറ കൊടുത്തിട്ട് കയ്യാനാണ് ഞാൻ പിടിച്ച്. കാരണം ഓർക്ക് ഒരാൾക്കും രണ്ടാൾക്കും എന്നോ എന്നെ താങ്ങാൻ വേണ്ടിയിട്ട് കയ്യില്ല. അതായത് ഫുൾ പാച്ചിലല്ല, കൈ പിടിക്കുന്നില്ല. കാരണം എന്ത് സംഭവം നീ അറിയില്ല. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്ന എക്സൈറ്റ്മെൻ്റ് ആണ്. ആടെ പിടിക്കണം, ഇത് പിടിക്കണം, കളിക്കണം, ഇതെല്ലാം എൻ്റെ ഭയങ്കര ആശ. കണ്ടില്ലേ ഇപ്പം എൻ്റെ കൈ എന്നെ പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപ്പാൻ്റെ അടുത്തേക്ക് പാഞ്ഞു. പിന്നെ ഉപ്പ പിടിച്ചിട്ടാകുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യൂ കാണുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിന്. പക്ഷെ ആടും കൈ വിട് ഇതെന്നെ പറയുന്നത് കണ്ടില്ലേ. അത് ഈ വയസ്സിൻ്റെ ഒരു ഇതായിരിക്കും. പിന്നെ ആടെന്നെ റൂമിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെല്ലാം പുറത്തെല്ലാം കാണുമ്പോൾ പിള്ളമാർക്ക് ഭയങ്കര ഒരു ഇതുണ്ടാവുമല്ലോ, അതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ നല്ല ഫോഗെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടുണ്ടായി. ഇപ്പോൾ കുറച്ച് മുമ്പ് ഈ പ്ലേസിലാന്ന് നമ്മൾ ഫോഗൊന്നും ഉണ്ടായില്ല. താഴെ കാണുന്ന എല്ലാ പുരയും നമ്മൾ കണ്ടുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഈ രാജാ സീറ്റ് കുറുകിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നതാണ്. എന്ന് വെച്ചാൽ നല്ല പൈക്കുന്നു. നമ്മൾ ഉച്ചക്കൊന്നും തിന്നിട്ടൊന്നുമില്ല. വരുമ്പോൾ ആടുന്ന മുളക് ബജി സംഭവമല്ലേ കഴിച്ചതല്ലേ, നല്ല തണുപ്പുണ്ടായിന്. അതിനാണെങ്കിൽ ജാക്കറ്റെല്ലാം ഇട്ടിട്ട് വന്നിന്. ഞാനൊക്കെ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നമേ ഉണ്ടായില്ല. മുടിയെല്ലാം ഫുള്ള് എന്താ പറയുക ചണ്ടിയായിട്ട് മഴ വന്നിട്ട്. അപ്പോൾ ഈ കാണുന്ന കിംബർലി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഉള്ളിലെല്ലാം നല്ല അടിപൊളി ആംബിയൻസ്. എന്താണെന്ന് വെച്ചെങ്കിൽ ഇല്ല ഒരു നല്ലൊരു മോഡേൺ റെസ്റ്റോറൻറ്റ് കഫേ രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. കുറേ ആൾക്കാരുണ്ടായിന്. പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക എക്സ്പെൻസീവ് കൂടിയാണ് കേട്ടോ ഫുഡിന്. നമ്മൾ ഫുഡ് ഓർഡർ ആക്കിയതെന്ന് വെച്ചെങ്കിൽ ഫ്രൈഡ് റൈസും ചെറിയൊരു പിസ്സ, പിന്നെ ഒരു 3 ലെമൺ ജ്യൂസ്, സലാഡ്, ഇത്രയാണ്. പിന്നെ ഒരു സൂപ്പ് ഉപ്പ് ഓർഡർ ചെയ്ത്. നല്ല അടിപൊളി ഫുഡാവാം, അതൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഇത്രയും കഴിച്ചിട്ടാണ് നമുക്ക് 1700 rupees അതിനാവാം. അപ്പോൾ ഉപ്പ കുഞ്ഞിനെ കൊണ്ട് കാറിലേക്ക് പോയ സമയത്ത് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് വന്ന് ഉമ്മ താഴെ ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ നല്ല അടിപൊളി സ്ഥലമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ള പ്ലേസ് ആണ് കേട്ടോ ഇതെല്ലാം. സത്യം പറഞ്ഞാലേ എന്ത് കാണുമ്പോൾ എന്തെങ്കിലും കുളിയിൽ പോകുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന ബൈക്കിൽ കാണുന്ന അതും ഇതും മടിക്കേരി ഉണ്ടാവാം. സുള്ളിയെല്ലാം എത്തുന്നതിന് മുമ്പ് ഈ ഒരു ഫോഗ് എന്ന് പറഞ്ഞ റോട്ടിലെ നമ്മൾ വണ്ടി ഓട്ടാൻ വേണ്ടിയിട്ട് എന്തോരം അങ്ങനെ വീഡിയോ ആണെങ്കിൽ അവിടെ കുറേ ആൾക്കാർ കഴിഞ്ഞിട്ട് വീഡിയോസ് എല്ലാം സംഭവം എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കുഞ്ഞുറങ്ങുന്നുണ്ടോണ്ട് ഞാൻ കഴിഞ്ഞിട്ടാണ്. അതെന്ന് വെച്ചെങ്കിൽ ഓന് ഞാനിപ്പോൾ കഴിഞ്ഞെങ്കിൽ പിന്നെയും ഒരു കരിയും പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടത്തണം. ഇതെല്ലാം ഒരു പ്രശ്നമല്ലേ. ഇപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നുള്ളത് പുറക്കേക്കാണ്. അങ്ങനെ രാത്രി 9 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മൾ പുറക്കേക്ക് എത്തിയതാവാം. പിന്നെ രാത്രി നമ്മൾ ഇവിടുന്ന് ഫുഡും കഴിക്കാറൊന്നും വന്നിട്ട് ആ പുറക്ക് പോയിട്ട് നല്ല മീൻ കറിയും ചോറാണ് കഴിച്ചത്. കഴിയാനാണെങ്കിൽ പിന്നെ വണ്ടിയിൽ ഫുള്ള് കളിക്കുന്ന തിരക്കിലുമായി. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.